ജീവനെ അർപ്പിക്കാം. മനുഷ്യന് ക്രിസ്മസും പോയി, ന്യൂഇയറും കുളമായി, ഉള്ള സമാധാനം പോയി. ഓ ആ വെടി, ഈ വെടി, ചെറിയ വെടി, വലിയ വെടി, ബിഷപ്പിന്റെ വെടി. ഓ മനുഷ്യനെ നാട്ടിക്കാനായിട്ട് ഇവനൊക്കെ ഇറങ്ങിക്കോളും. ആരെ സമയത്ത് വിളിക്കുന്നത്? പൊങ്ങസണിയാ, ന്യൂസ് കിട്ടാനായിരിക്കും. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ തിരക്കില്ല, പിന്നെ വിളിക്കേ. മനുഷ്യരുടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെയൊക്കെ ഒരു മറ്റുള്ളവരെ പരിദോഷനാക്കാൻ ഇവനൊക്കെ എന്താ ഒരു താല്പര്യം. മോൻ എന്തേ കിളി പോയാ? ഒരുമയോടി ബലിയർപ്പിക്കാം. നല്ല ഒരുമ. ഇതേ കണ്ട മനുഷ്യനെ കിളിയല്ല, വേറെ പലതും പോകും. നീ ഇതാദ്യമായിട്ട് വീഡിയോയില് കണ്ടിട്ട് ഞങ്ങളിത് സ്ഥിരം നേരിട്ട് കാണണ്ട. ഇവന്മാര് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തല്ലുവാലയിൽ അവസാനിക്കും. ആ ബിഷപ്പിനെ നിന്റെയൊക്കെ വാക്ക് കേട്ടിട്ടാ ഞാൻ സിയോനെ കുറെ ഊടായ്പ കാണിച്ചു വിട്ടേ. ഇപ്പൊ എന്തായി? സിയോനെ എന്നെ പുറത്താക്കി. നിന്നെ അവിടെ നിന്ന് പുറത്താക്കിയപ്പോ എന്താ? ഈ കണ്ട സെറ്റപ്പും നിന്നെ നിന്റെ കുടുംബത്തെയും വിറ്റാക്കിട്ടാത്തത്ര കാശ് നിന്നിട്ടല്ലേ നിന്നെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ആറ് കാശടാ ഇത്? ബിഷപ്പിനെ തറവാട് നിൽക്കുന്ന പൈസ ഒന്നുമല്ലോ. പാവപ്പെട്ട വിശ്വാസികൾ കഷ്ടപ്പെട്ട് ഫണ്ടായിരുന്ന പൈസ കൊണ്ടല്ലേ ഇവനൊക്കെ പോക്കൃതരം കാണിക്കുന്നു, പെണ്ണുപിടിക്കുന്നു. അതൊക്കെ ശരിയായിരിക്കും. ഈ സിയോനെ തകർക്കാനുള്ള പ്ലാനിങ്ങും ആ ക്യാഷ് ഇറക്കണവും ഒക്കെ ബിഷപ്പാണ്. അറിയാല, പാമ്പിനെ നോക്കി കഴിഞ്ഞാൽ പാമ്പ് തിരിഞ്ഞു കുത്തും. ഞാൻ പറഞ്ഞില്ല എന്നുണ്ട. ഓ മനസ്സമാനത്തോടെ സിയോനെ ചെയ്ത ഞാനാ. സിയോനെ കുഴിയിലിറക്കാൻ നോക്കിയിട്ട് ഇപ്പൊ നമ്മള് കുഴി വീണ അവസ്ഥയാ. എന്റെ അളിയാ, ഈ അടുത്ത് സിയോനിന്ന് പുറത്താക്കിയ ഒരാളില്ലേ, മറ്റേ അമ്പലപ്പറമ്പിലൊക്കെ കയറി ഡാൻസ് കളിച്ച് വൈറലായ മറ്റേ കുതിരക്കാരൻ. ആളൊന്ന് കിട്ടുകളിയാ ഒരു ഇന്റർവ്യൂ സെറ്റ് ആകാനായിട്ട്. അയാളാ? നീ ഒന്ന് പോയേ. അയാളാ നാട്ടിലെ ഏറ്റവും വലിയ പേടിത്തൊണ്ട്. വാ തുറന്ന നോണ മാത്രം പറയുന്ന ഒരു ആന്റിയെ സെറ്റാക്കി തന്നില്ലേ. എന്തെങ്കിലും കേസ് വന്നാ പറഞ്ഞു നോണ ആന്റി അതേപോലെ പറയൂ ആവോ. ഒരു വശപ്പശ കേസാണേ. ദേ കണ്ടില്ലേ? എടാ പറയണൊക്കെ ശരി തന്നെ, പക്ഷെ നമ്മുടെ കാര്യം നടക്കണ്ടേ? ഡാ നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ഡാ കണ്ടോടാ, ഇതാടാ സിയോനിലെ കുർബാന. അവരുടെ സ്നേഹവും സമാധാനവും ഒന്നും നമ്മുടെ രാജപ്പൻ ന്യൂസ് വിജയിച്ചാൽ തറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ചായ എത്തിട്ടോ? അവിടെയാണോ? ഇതെന്താ നിങ്ങൾ സിയോന്റെ വീഡിയോ കാണുന്നു? ഇനി ഇത് വെച്ചിട്ട് വല്ല പണിയൊപ്പിക്കാനാണോ? ഇത് സിയോന്റെ വീഡിയോ ആണോ? ചേട്ടൻ എങ്ങനെ മനസ്സിലായി? സിയോനെതിരെയുള്ള വീഡിയോ കണ്ട് കണ്ട് തല പെരുത്തപ്പോ ഇതിന്റെ സത്യാവസ്ഥയൊന്നും അറിയാൻ ഞാൻ അങ്ങോട്ട് പോയി. സദ്വാർത്തയും കൂടി. പൊന്നു മക്കളെ, ഇതുവരെ എന്റെ ജീവിതത്തിൽ കേൾക്കാത്ത ബൈബിളിൽ മറച്ചു വെച്ച ദൈവിക രഹസ്യങ്ങളെല്ലാം കേട്ടപ്പോ കോരിത്തരിച്ചു പോയി. ദൈവസ്നേഹം എന്താണെന്ന് ഞാൻ അനുഭവിച്ചു. കർത്താവ് സിയോന്റെ കൂടെ ഉണ്ടട മക്കളെ. അത് ദൈവത്തിന്റെ സഭയാ. ദൈവത്തെ നിന്ദിച്ചതിനെ കിട്ടാൻ പോകുന്ന അടിയുടെ സാമ്പിളാ ഇപ്പൊ കാണിച്ചു തരാം. ദേ ഈ കാണുന്നത്. തൃശ്ശൂരിനാന്ന് വിചാരിച്ച് ഫോൺ താഴെ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും സ്ഥലവും വന്ന് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ബൈബിളിലെ മലാക്കിയുടെ പുസ്തകത്തില് എഴുതി വെച്ചിട്ടുണ്ടോ മക്കളെ? നിങ്ങൾ എൻ്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിലടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാനൊരു കാഴ്ചയും സ്വീകരിക്കുകയില്ല
എന്ന് കർത്താവ് പറഞ്ഞോണ്ടാ മക്കളെ. എല്ലാ അച്ഛന്മാരും അവനൊന്നല്ല കേട്ടോ. തെറ്റിയാണ് അച്ഛന്മാരെ കോടതി ശിക്ഷിക്കണില്ലേ? പിന്നെ അവരുപദേശിക്കാനായിട്ട് വിവരം ഡോക്ടറേറ്റുള്ള ബിഷപ്പ്മാരൊക്കെ ഉള്ളതാ. ഒന്നിനെ വയറ്റിലുണ്ടാക്കിയിട്ട് ആ പെങ്കൊച്ചിന്റെ തന്തയുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള വൈഭവമുള്ള ബിഷപ്പല്ലേ നീ പറയണ ആഴമുള്ള ദൈവാനുഭവമുള്ള ബിഷപ്പ്. പിന്നെ കന്യാസ്ത്രീകളുടെ പേടി സ്വപ്നമായ വേറൊരു ബിഷപ്പ് ഉണ്ടല്ല, കന്യമാസിലെ വെള്ളി നക്ഷത്രം. അല്ല നിങ്ങളവിടെ വ്യഭിചാരം കേട്ടിട്ടുണ്ടല്ലോ. നീ നിർത്ത്, നീ പറ ഡാ അവിടെ വ്യഭിചാരം ഉണ്ടറാ? സിയോനിൽ ഷോ കാണിച്ച് നടന്ന ഒരുത്തനെ അവനെ വ്യഭിചാരം ചെയ്ത് പിടിച്ചിട്ട് പുറത്താക്കിയതാ. ഇപ്പോഴും ആ കേസ് സുപ്രീം കോടതിയിൽ നടക്കുക. അത് ഞാനവിടെ ഉണ്ടായിരുന്നപ്പോഴാ. കഴിഞ്ഞ ആഴ്ച പോക്സോ കേസിൽ ഒരു അച്ഛനെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. ഒരു ആദ്യ കുർബാനയ്ക്ക് വന്ന കൊച്ചിനെ. പോക്സോ കേസിൽ ക്രൈസ്തവ പുരോഹിതന് 7 വർഷം കഠിന തടവ് വിധിച്ചു കോടതി. കുർബാന ക്ലാസ്സിനെത്തിയ ബാലികയെ വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്തിയെന്നതാണ് പ്രതിക്കെതിരായുള്ള ആരോപണം. അത് പോട്ടെ, നിങ്ങൾ എന്തിനാടാ മക്കളെ സിയോനിൽ വരണവരുടെ ആധാരമൊക്കെ അവിടെ മേടിച്ചു വെക്കുന്നത്? നിങ്ങളുടെ വീഡിയോയിൽ പടച്ചു വിടണേ. പൈസ കെട്ടിപ്പൊക്കെ അവിടെ ഉള്ളതല്ലേ ഏട്ടാ. അവിടെ ചെല്ലുന്നവരുടെയൊക്കെ ആധാരം മേടിച്ചു എന്നൊക്കെ കേട്ടില്ലേ? നീ പറയടാ, നീ സിയോനിലുണ്ടായിരുന്നപ്പോ നിന്റെ ആധാരം എവിടെയായിരുന്നു? അത് പിന്നെ സൊസൈറ്റിയിൽ പണയം വെച്ചേക്കുമായിരുന്നു. അല്ലാതെ സിയോനിലല്ലോ. ഭൂമി കുംഭകോണം നടത്തിയതിന്റെ നാണക്കേടൊന്നും മാറിയിട്ടില്ലല്ലോ മക്കളെ. നിങ്ങൾ ചെയ്യണ കൊള്ളരുതായ്മയൊക്കെ സിയോന്റെ മേലെ അങ്ങോട്ട് ആരോപിക്കുക, അതല്ലേ നീ ചെയ്യണേ. 2023 സിയോനെ പൂട്ടിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? 2022 അവസാനം തന്നെ നിങ്ങളുടെ ആസ്ഥാനം പൂട്ടിച്ച് തന്നില്ലേ എന്റെ കർത്താവ്. സിയോനെ പൂട്ടിക്കാൻ നടക്കണം. സിയോനിലേക്ക് തിരിച്ചു വരാൻ ഇനി എനിക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ ചേട്ടാ? നിനക്ക് സിയോനിലേക്ക് ചായ ചൂടാറിന് മുമ്പ് കുടിച്ചിട്ടേക്കാം. നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുവിൻ. പ്രശാന്ത വസതിയും ഇളക്കമില്ലാത്ത കൂടാരവുമായ ജെറുസലേമിനെ നിന്റെ കണ്ണുകൾ ദർശിക്കും. അതിൻ്റെ കുറ്റി പിഴുതെടുക്കുകയോ കയറ് പൊട്ടിക്കുകയോ ഇല്ല.